السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇൽമുൽ മന്തിഖ് തർക്കശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഫണ്ണാണ്. നമ്മുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടുന്ന, നമ്മുടെ ചിന്ത പ്രോസസ്സിനൊക്കെ സിസ്റ്റമാറ്റിക് ആക്കുന്ന, വളരെയധികം നമുക്ക് ആവശ്യമുള്ള ഒരു ഫണ്ണാണ് ഇൽമുൽ മന്തിഖ്. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്തൊക്കെ മന്തിഖ് പഠിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്. അതൊക്കെ പണ്ട് പല ഗ്രീക്കുകാരൊക്കെ ഉണ്ടാക്കിയ ഒരു സംഗതിയല്ലേ, അതൊക്കെ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ഒരു ചിന്ത പല ആളുകളുടെ മനസ്സിലും കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ മന്തിക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്ന വിഷയത്തിൽ ഞാൻ അല്പം സംസാരിക്കുക. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ ഒരു ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റിൻ്റെ വിഷയം കമ്പ്യൂട്ടർ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടണോ വേണ്ടേ എന്നുള്ള ചർച്ചയാണ്. ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ആ സ്ഥാപനത്തിൽ വേണോ വേണ്ടേ എന്ന ചർച്ചയാണ്. അപ്പോൾ പല ആളുകളും ആ വിഷയത്തിൽ സംസാരിച്ചു. അവരൊക്കെ കമ്പ്യൂട്ടറിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ ധാരാളം സംസാരിച്ചു. പക്ഷേ സംസാരത്തിൻ്റെ അവസാനം ഷെയ്ഖുൽ മഹദ്, ആ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ, അദ്ദേഹം പറഞ്ഞു, ഇതുവരെ നമ്മുടെ വിഷയത്തിന് തീരുമാനമായിട്ടില്ല, കൺക്ലൂഷനിൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ എല്ലാവരും ചർച്ച ചെയ്തത് കമ്പ്യൂട്ടർ അത് കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സംഗതിയാണ്. പക്ഷേ കാലഘട്ടത്തിൽ ആവശ്യമായ സംഗതികളൊക്കെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടണം, ആ വിഷയത്തിൽ ആരും സംസാരിച്ചിട്ടില്ല. എങ്കിലല്ലേ നമുക്ക് കമ്പ്യൂട്ടർ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടണം എന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, എത്ര മനോഹരമാണ് ഈ മന്തിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്താ പ്രോസസ്സ്. അത് നമ്മുടെ ഫിക്കറിനെ തർത്തീബാക്കും, അത് നമ്മുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടും. മന്തിക്കിൻ്റെ ഷെക്കിലിലൂടെയൊക്കെ നമ്മൾ ഒരു അഷ്കാലുകളിലൂടെയൊക്കെ നമ്മൾ ഒരു വിഷയം പറയുന്ന സമയത്ത് മനസ്സിലേക്ക് നല്ല ഒരു റാഹത്ത്, ഒരു ഖനാഅത്ത് ലഭിക്കും. നമ്മൾ ഗ്രീക്കുകാർ പറഞ്ഞതല്ലേ, അതിനൊക്കെ വല്ല പ്രസക്തിയുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് നമ്മൾ തള്ളുന്ന വിഷയം. പക്ഷേ നമ്മുടെ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത്, PSC എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ആ ലോജിക്കൽ റീസണിങ് എന്ന വിഷയത്തിൽ നിന്ന് ഏകദേശം 5-10 ചോദ്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ മന്തിക്കിൻ്റെ ഭാഗങ്ങളാണ് ആ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ മൂജബ കുല്ലിയ എന്ന് പറയും, അവർ യൂണിവേഴ്സൽ എഫമേറ്റീവ് എന്നായിരിക്കും അവർ പറയാം. നമ്മൾ മൂജബ ജുസിയ എന്ന് പറയും, അവർ പെർട്ടിക്കുലർ എഫമേറ്റീവ് എന്നായിരിക്കും അവർ പറയാം. അതുപോലെ തന്നെ നമ്മൾ സാലിബ കുല്ലിയ എന്ന് പറയും, അവർ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയും. സാലിബ ജുസിയ എന്ന് നമ്മൾ പറയും, അവർ പർട്ടിക്കുലർ നെഗറ്റീവ് എന്നാണ് അവർ പറയാറുള്ളത്. അപ്പോൾ നമ്മളെ മഹ്സൂറായ കഥകൾ മാത്രമല്ല, നമ്മളെ ഷെക്കലുകളാവട്ടെ, നമ്മൾ മന്തിക്കിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ നെറ്റ് എക്സാമിലൊക്കെ ലോജിക്കൽ റീസണിങ്ങിലെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഷെക്കലുകൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 4 ഷെക്കലുകളുണ്ട്. ഹദ്ദൗസത്ത്, സുഹറയിൽ മഹ്മൂലും കുബ്രയിൽ മൗളുവൊക്കെ ആകുന്ന സമയത്ത് ഷെക്കിൽ അവലായിരിക്കും. 2ലും സുഹറയിലും കുബ്രയിലും ഹദ്ദൗസത്ത് മഹ്മൂലാണെങ്കിൽ അത് ഷെക്കിൽ സാനി ആയിരിക്കും. 2ലും മൗളു ആണെങ്കിൽ അത് ഷെക്കിൽ സാലിസായിരിക്കും. 1ാമത്തെ ഷെക്കിലിൻ്റെ നേരെ വിപരീതം അത് ഷെക്കിൽ റാബി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ സംഗതി തന്നെ ഇംഗ്ലീഷിലുമുണ്ട്. ഒരു ഉദാഹരണത്തിന്, ആൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും നശിക്കും. സോക്രട്ടീസ് എ മാൻ, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. അപ്പോൾ കൺക്ലൂഷൻ, സോക്രട്ടീസ് എ മോർട്ടൽ, സോക്രട്ടീസും നശിക്കും.
ഇവിടെ കൺക്ലൂഷൻ, നമ്മൾ അറബിയിൽ നമ്മൾ നത്തീജ എന്ന് പറയുന്ന സംഗതി, അതെനിക്ക് ഇംഗ്ലീഷിൽ കൺക്ലൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ്, അതിൻ്റെ മഹ്മൂൽ, അത് ഉള്ള കവിയകൾക്ക് ഇവർ മേജർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആൾ മെൻ ആർ മോർട്ടൽ എന്ന ഉദാഹരണത്തിൽ ഈ മോർട്ടൽ എന്നുള്ളത് കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റാണ്. അപ്പോൾ അതുള്ള കവിയകൾക്ക് ഇവർ മേജർ എന്നാണ് പറയുക. അതുപോലെ തന്നെ കൺക്ലൂഷനിലെ സബ്ജക്റ്റുള്ള കവിയകൾക്ക് ഇവർ മൈനർ എന്ന് പറയും, നമ്മൾ സുഗ്ര എന്ന് പറയും. അപ്പോൾ നമ്മൾ കുബ്ര എന്ന് പറയുന്നതിനെ അവർ മേജർ എന്ന് പറയും, നമ്മൾ സുഗ്ര എന്ന് പറയുന്നതിനെ അവർ മൈനർ എന്ന് പറയും. അവരുടെ ഓർഡറിൽ ആദ്യം അവർ പറയുക മേജറായിരിക്കും, രണ്ടാമതായിരിക്കും അവർ മൈനറിനെ പറയുക. ഇൻഷാ അല്ലാഹ് ലോജിക്കൽ റീസണിങ്ങും അതുപോലെ നമ്മുടെ ഇൽമുൽ മന്തിക്കും കമ്പയർ ചെയ്തിട്ട് ഒരു 2-3 ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് വിശാലമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മന്തിക്കിൽ എന്താണോ പഠിക്കുന്നത് അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഭൗതികമായ പരീക്ഷകൾ, PSC എക്സാമിലൊക്കെ നമ്മുടെ ഈ മന്തി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ചോദിക്കപ്പെടുന്നുണ്ട്. കാരണം ഇത് നിഷേധിക്കാൻ സാധിക്കില്ല, അത് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ് ഈ സംഗതികളൊക്കെ. നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഓരോ തിയറികളുണ്ടല്ലോ, അതുപോലത്തെ തിയറികളാണ്. മൂജബ കുല്ലിയുടെ നക്കീലയായിക്കൊണ്ട് സാലിബ ജുസി വരും എന്നത് ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അതൊക്കെ ബുദ്ധി അംഗീകരിച്ച തത്വങ്ങളല്ലേ, അതിലൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടാവും? അപ്പോൾ നമ്മൾ ഇൽമുൽ മന്തിക് പഠിപ്പിക്കുന്നത് ഇത്തരം ബുദ്ധിപരമായ നിയമങ്ങളാണ് നമ്മൾ ഇൽമുൽ മന്തിക് പഠിപ്പിക്കുന്നത്. മന്തിക്ക് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ചാറ്റ് GPT ചോദിക്കുക. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോജിക്കൽ റീസണിങ് പഠിക്കുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ഫായ്ദ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ചാറ്റ് GPT മറുപടി ഉണ്ടാവും, അത് നിങ്ങളുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടും, നിങ്ങളുടെ ഫിക്റിനെ, നിങ്ങളുടെ ആശയങ്ങളെ, അത് ഐഡിയാസുകളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള നല്ല ഒരു മീഡിയമാണ് മന്തിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിദർസിലൊക്കെ ഈ കാലഘട്ടത്തിൽ മന്തിക്ക് മാക്കൂലാത്തിനൊന്നും വേണ്ട രൂപത്തിലൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലമാണ്. ആ ചിന്തയിൽ നിന്ന് നമ്മൾ മാറണം. പഠിക്കേണ്ടതുപോലെ നമ്മൾ മന്തിക്ക് പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തല്ല, എല്ലാ കാലത്തും മന്തിക്കിന് പ്രസക്തിയുണ്ട്. കാരണം അത് മാത്തമാറ്റിക്സ് പോലെയുള്ള ഒരു വിഷയമാണ്. ഞാൻ ആമുഖം നീട്ടുന്നില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കിതാബ് തസ്രീബുൽ മന്തിക്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളി ദർസിലും ദേവ കോളേജിലൊക്കെ ഇൽമുൽ മന്തിക്കിൽ പഠിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ കിതാബ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കിതാബിൻ്റെ 20 ക്ലാസ്സുകളാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 20 ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും മന്തിക്കിൽ നല്ലൊരു ബേസിക് എല്ലാവർക്കും റെഡിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണുന്നത് തസ്രീഹുൽ മന്തിക് എന്ന കിതാബിൻ്റെ ഇബാറത്തായി. ആ ഇബാറത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹല്ല് ചെയ്യും. മന്തിക്കിൻ്റെ ഇബാറത്ത് നമ്മൾ അർത്ഥം വെക്കുന്നതിന് മുൻപ് ആദ്യം ചെറുതായിട്ട് ആശയമൊന്ന് പറയും, അതിന് ശേഷമായിരിക്കും നമ്മൾ ഇബാറത്ത് അർത്ഥം നോക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇത് മന്തിക്ക് ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്. മന്തിക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ തഹ്കീക്കാക്കേണ്ട വിഷയങ്ങൾ, അതായത് കവിയക്ക് എത്ര രുസ് ഉണ്ടാവും, തസ്തീഖിനും ജഅലക്ക് എന്താണ് ശരിക്ക്, അതുപോലെ തന്നെ ജിൻസ് മുഫ്രദ് അല്ലെങ്കിൽ നൗട്ട് മുഫ്രദ് എന്ന സംഗതി ഉണ്ടോ, അല്ലെങ്കിൽ കുലി തൊബിയി ഖാർജിൽ മൗജൂദല്ലേ, തുടങ്ങിയ ഒരുപാട് ചർച്ചകളുണ്ട് മന്തിക്കിൽ ഒരാൾ തഹ്കീക്കാക്കേണ്ട വിഷയം. അത്തരം വിഷയങ്ങളൊന്നും നമ്മുടെ ഈ കോഴ്സിലുണ്ടാവില്ല. നമ്മുടെ കോഴ്സിൽ നിർബന്ധമായിട്ടും ഒരാൾ മന്തിക്കിൽ അറിഞ്ഞിരിക്കേണ്ട സംഗതികളെ സംബന്ധിച്ചായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കോഴ്സിൽ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ആഴ്മേറിയ മന്തിക്കിലെ പഠനം, അത് ഷർഹ് തഹ്ദീബ് പോലുള്ള കിതാബുകളൊക്കെ നമ്മുടെ കോഴ്സിന് ഇൻഷാ അല്ലാഹ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ നമ്മൾ പിന്നെ സംഘടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബേസിക്കായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കോഴ്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കിതാബിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻതഖ നൗഅൽ ഇൻസാനി ബിൽ മന്തിഖിൽ ഫസീഹ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനിക്ക് മാത്രമാണ്. അല്ലദി, അല്ലാഹുവിന്റെ സിഫത്ത്. അല്ലദി, എങ്ങനത്തെ അല്ലാഹുവാണ്,
അൻതക അവൻ സംസാരിപ്പിച്ചിട്ടുണ്ട് നൗ അൽ ഇൻസാനി മനുഷ്യവർഗത്തെ സംസാരിപ്പിച്ചിട്ടുണ്ട് ബിൽ മന്തിഖിൽ ഫസീഹ് സ്ഫുടമായ സംസാരം കൊണ്ട് മനുഷ്യൻ എന്ന നൗഇനെ സംസാരിപ്പിച്ച അള്ളാഹുവിനിക്ക് സർവസ്തുതി. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിട്ടുണ്ട് ബിശ്ശക്ലി സ്വബീ മനോഹരമായ കോലത്തിൽ. മനുഷ്യൻ എന്ന നൗഇനെ സംസാരിപ്പിച്ചതായ അള്ളാഹുവിനിക്ക് സർവസ്തുതി. അതുപോലെ തന്നെ പിന്നെ എങ്ങനതായ അള്ളാഹുവാണ് മനുഷ്യനെ മനോഹരമായ രൂപത്തിൽ സൃഷ്ടിച്ചതുമായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതി. അബുദ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അബുദ എന്ന് പറഞ്ഞാൽ. അബുദ മനുഷ്യനെ സൃഷ്ടിച്ചതുമായ അള്ളാഹു ബിശ്ശക്ലി സ്വബീഹി മനോഹരമായ രൂപത്തിൽ. അപ്പോൾ മുസന്നിഫ് ഹംദ് പറയുന്ന ഈ മഖാമിൽ രണ്ട് സംഗതികൾ കൊണ്ടുവന്നു. ഒന്ന് നൗഇ എന്ന പദത്തെ കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹില്ലദീ അൻതക നൗഅല, ഇവിടെ നൗഇ എന്ന പദം കൊണ്ടുവന്നു. അതുപോലെ തന്നെ രണ്ടാമത് വഅബ്ദഅഹു ബിശ്ശക്ലി സ്വബീഹ്, ഇവിടെ ഷക്കിൽ എന്ന് കൊണ്ടുവന്നു. മന്ദിക്ക് രണ്ട് കിസ്മാണ്, തസൗറാത്ത്, മറ്റേ കിസ്മു തസ്ദീഖാത്ത്. തസൗറാത്തിലെ ഒരു പ്രധാനപ്പെട്ട കുല്ലിയാത്തുൽ ഹംസിലെ ഒരു ടേമാണല്ലോ നൗഇ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ നൗഇ എന്ന് പറഞ്ഞത് തസൗറാത്തിലേക്കുള്ള സൂചനയാണ്. രണ്ടാമത്തെ സ്ഥലത്ത് വഅബ്ദഅഹു ബിശ്ശക്ലി സ്വബീഹ്, ഷക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണല്ലോ ഷക്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷക്കിൽ എന്നത് തസ്ദീഖാത്തിലേക്കുള്ള സൂചനയാണ്. അപ്പോൾ മുസന്നിഫിൻ്റെ കലാമിൽ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ, എന്താ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറഞ്ഞാൽ മുസന്നിഫിനൊക്കെ കിതാബിൻ്റെ തുടക്കത്തിൽ ആ കിതാബിലെ പ്രധാനപ്പെട്ട മഖ്സൂദിലേക്കും അതുപോലെ സംഗതികളിലേക്കൊക്കെ സൂചിപ്പിക്കുന്നതിലേക്കാണ് ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ബറാഅത്തുൽ ഇസ്തിഹ്ലാലിന് മറ്റു പല അടയാളങ്ങളുണ്ട്. അൻതക എന്ന പദം, അതുപോലെ മന്തിഖ് എന്ന പദം, ഈ സംഗതികളൊക്കെ ഇവിടെ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സംഗതികളാണ്. ഇനി നമുക്ക് സ്വലാത്തിലേക്ക് കിടക്കാം. വസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ അല അഫ്ദലിമൻ, ഒരുത്തരിൽ നിന്ന് അഫ്ദലായ ആളുടെ മേൽ ഉണ്ടാവട്ടെ. എങ്ങനത്തെ ഒരുത്തരാണ്? അർസലഹു, ആ ആളുകളെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ബിൽ കിതാബിൻ മൻബൂത്തി ബി ഫസ്ലുൽ ഖിതാബ്, ഫസ്ലുൽ ഖിതാബ് കൊണ്ട് വിശേഷിക്കപ്പെട്ട കിതാബുകളെ അള്ളാഹു അയച്ച മുർസലീങ്ങളിൽ നിന്ന് അഫ്ദലായ റസൂലുള്ളാഹിന്റെ മേൽ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. ഒന്നുകൂടി അടുത്ത് വെക്കാം. വസ്സലാത്തു, അള്ളാഹുവിൻ്റെ ഗുണം, വസ്സലാമു, അള്ളാഹുവിൻ്റെ രക്ഷ, അലാ അഫ്ദലിമൻ, ഒരുത്തരിൽ നിന്ന് ഏറ്റവും ഉന്നതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. എങ്ങനത്തെ ഒരുത്തരാണ്? അർസലഹു, ആ ഒരുത്തരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ബിൽ കിതാബിൻ മൻബൂത്തി, വിശേഷിപ്പിക്കപ്പെട്ട കിതാബുകളെ കൊണ്ട്, ബിഫസ്ലുൽ ഖിതാബ്, ഫസ്ലുൽ ഖിതാബ് കൊണ്ട് വിശേഷിക്കപ്പെട്ട കിതാബുകളെ കൊണ്ട് അള്ളാഹു അയച്ച മുർസലീങ്ങൾ. ആ മുർസലീങ്ങളിൽ നിന്ന് അഫ്ദലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. വഅല ആലിഹി, അവിടുത്തെ കുടുംബക്കാരുടെ മേലും ഉണ്ടാവട്ടെ. വഅസ്ഹാബിഹി, അവരുടെ സഹാബികളുടെ മേലും ഉണ്ടാവട്ടെ. ഏറ്റവും നല്ല അസ്ഹാബായ റസൂലുള്ളാഹിന്റെ അസ്ഹാബിനും റസൂലുള്ളാഹിന്റെ ആലിൻ്റെ മേലൊക്കെ ഈ സലാത്തും സലാമും ഉണ്ടാവട്ടെ. ഫസ്ലുൽ ഖിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കലാമുൽ ഫാസിലു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ബാത്തിലിൻ്റെയും ഹക്കിൻ്റെയും ഇടയിൽ വേർപിരിക്കുന്ന സംസാരത്തിലേക്കാണ് ഫസ്ലുൽ ഖിതാബ് എന്ന് പറയുന്നത്. ഈ ഫസ്ലുൽ ഖിതാബ് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന സംഗതികളാണ് മുർസലീങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച കിതാബ്. അതുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഇവിടെ സലാത്തിൻ്റെ ജുംലയിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു മന്ദിക്ക് രണ്ട് കിസ്മാണ്, തസൗറാത്തിൻ്റെ കിസ്മൻ, തസ്ദീഖാത്തിൻ്റെ കിസ്മൻ. ഈ തസൗറാത്തിൻ്റെ കിസ്മിൻ്റെ മബാദിയിലാണ് നമ്മൾ ആദ്യമായി ചർച്ച ആരംഭിക്കുന്നത്. തസൗറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഖ്സൂദ് അത് മുഅരിഫിൻ്റെ ബാബാണ്. അതല്ലാത്ത കുല്ലിയാത്തുൽ ഹംസയുടെ ബാബ്, അതുപോലെ തന്നെ ലഫ്ലിൻ്റെ ബാബ്, അതുപോലെ തന്നെ ദലാലത്തിൻ്റെ ചർച്ച, അതുപോലെ തസൗർ തസ്ദീഖിൻ്റെ
ഈ സംഗതികളൊക്കെ മബാദികളുടെ കൂട്ടത്തിൽപ്പെട്ട സംഗതികളാണ്. പ്രധാനമായിട്ടുള്ള തസവുറാത്തിലെ ബാബ് അത് മുഅരിഫിൻ്റെ ബാബ്, ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന ബാബ്. തസ്ദീഖാത്തിൽ തനാഖുദ്, അക്സ് മുസ്തവി, അക്സു നഖീദ്, മുവജ്ജഹായ ഖദിയ, അതുപോലെ തന്നെ ഖദിയെ ഷർത്തിയാക്ക, ഹംലിയാക്ക തുടങ്ങിയ ഒരുപാട് ചർച്ചകളുണ്ട്. ഈ ചർച്ചകളൊക്കെ തസ്ദീഖാത്തിൻ്റെ മബാദികളാണ്. തസ്ദീഖാത്തിൻ്റെ മഖ്സൂദ് അത് ഇസ്തിഖ്റാഅ്, അതുപോലെ തംസീൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഖിയാസ് തുടങ്ങിയ സംഗതികളാണ് തസ്ദീഖാത്തിൻ്റെ മഖാസിദുകൾ. മറ്റു സംഗതികളൊക്കെ മബാദികളാണ്. അപ്പോൾ മനാത്തിക്കത്ത് എന്തിനാണ് ആദ്യം ഇൽമിൻ്റെ ചർച്ച ചെയ്യുന്നത്? ഇൽമി അതിൻ്റെ രണ്ട് കിസ്മുകളിലും, അതായത് തസവ്വുറിലും അതുപോലെ തന്നെ തസ്ദീഖിലും രണ്ടിലും നവരിയ ഉണ്ടാകും. നവരി ഉണ്ടാകുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ആ തെറ്റുകളെ സംബന്ധിച്ച് നമുക്ക് അവബോധം നൽകുന്ന ഒരു ഖാഇദകളെ സംബന്ധിച്ച് നമുക്ക് ഇൽമു വേണം. ആ ഇൽമാണ് നമ്മുടെ മന്തിക് എന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഇൽമ്. അപ്പോൾ മന്തിക്കിൻ്റെ ലക്ഷ്യം അത് എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിക്കൊണ്ടാണ് അവർ ആദ്യമായിക്കൊണ്ട് ഇൽമിൻ്റെ ചർച്ച ചെയ്യുന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ തസവ്വുർ ആയിരിക്കും, അല്ലെങ്കിൽ തസ്ദീഖ് ആയിരിക്കും. തസവ്വുർ ചിലപ്പോൾ ബദീഹി ആയിരിക്കും, ചിലപ്പോൾ നദരി ആയിരിക്കും. തസ്ദീഖ് ചിലപ്പോൾ ബദീഹി ആയിരിക്കും, ചിലപ്പോൾ നദരി ആയിരിക്കും. നദരി ആവുന്ന സമയത്ത് തെറ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ തസവ്വുറിലും തെറ്റുണ്ടാകും, തസ്ദീഖിലും തെറ്റുണ്ടാകും. കാരണം തസവ്വുറിലും നദരിയുണ്ട്, തസ്ദീഖിലും നദരിയുണ്ട്. അപ്പോൾ രണ്ട് തെറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ആ തെറ്റുകളൊക്കെ ആ തെറ്റുകളെ തൊട്ട് നമുക്കൊരു ഇസ്മത്ത്, ഒരു സംരക്ഷണം വേണമെങ്കിൽ കുറച്ച് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നിയമങ്ങളാണ് നമ്മൾ ഈ ഇൽമുൽ മന്തിഖിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൽമ്? ഇൽമിനിക്ക് മനാത്തിക്കത്ത് പറയുന്ന ഡെഫിനിഷൻ അസ്സൂറത്തുൽ ഹാസിലതു മിന ഷൈഇ ഇൻദൽ ആഖിൽ. അസ്സൂറത്തുൽ ഹാസില ലഭിക്കുന്ന ഒരു ചിത്രമാണ്. മിനശ്ശൈ ഒരു വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ചിത്രമാണ്. ഇൻദൽ ആഖിലി ബുദ്ധിയുടെ ചാരത്ത് ലഭിക്കുന്ന ഒരു ചിത്രമാണ്. ഇവിടെ ചിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂപം എന്ന മാനക്കല്ല, നേരെ മറിച്ച് ആശയങ്ങൾ കൂടെ ഉൾപ്പെടുന്ന ഒരു ചിത്രം നമ്മൾ പറയേണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പറയും, ഇപ്പോഴാണ് എനിക്കൊരു കറക്റ്റ് പിക്ചർ ലഭിച്ചതെന്നൊക്കെ പറയും. ആ മാനക്കുള്ളൊരു ചിത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, ഇൻസാനെ നമ്മൾ തസവ്വുറാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഗതിയാണ് മനുഷ്യൻ ഹൈവാനാത്തിക് കാണുന്നത്. ഇപ്പോൾ ഹൈവാനാത്തിക് എന്നത് ഇൻസാനെ സംബന്ധിച്ച ഒരു ഇൽമാണ്. ഇനി ഞാൻ എൻ്റെ ഉമ്മയെ മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഉമ്മയുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ പതിയുന്നുണ്ട്. അത് എൻ്റെ ഉമ്മയെ സംബന്ധിച്ചുള്ള ഇൽമാണ്. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ അടുത്ത് ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്ന സമയത്ത് ആ വസ്തുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങളാവട്ടെ അല്ലെങ്കിൽ പിക്ചറുകളാവട്ടെ, അതൊക്കെ ആ സംഗതിയെ സംബന്ധിച്ചുള്ള ഇൽമുകളാണ്. അപ്പോൾ ഇൽമു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച്, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളെ സംബന്ധിച്ച്, ആശയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇൽമ് എന്ന് പറയാം. ആ ഇൽമ് ഒരു ഖബരിയായ കലാമിനുള്ള ഒരു നിസ്ബയെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് തസ്ദീഖ് എന്ന് പറയും. അപ്പോൾ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഖബരിയായ കലാമിലുള്ള ഒരു നിസ്ബയെ അംഗീകരിക്കലാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കുറച്ച് സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഖബരിയായ കലാം? ഖബരിയായ കലാം എന്ന് പറഞ്ഞാൽ സത്യാസത്യത്തിന് സാധ്യതയുള്ള കലാമുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എൻ്റെ ഉപ്പ ഇന്നലെ ഗൾഫിൽ പോയി. അപ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ സത്യം പറഞ്ഞ ആളായിരിക്കും, അല്ലെങ്കിൽ കള്ളം പറഞ്ഞ ആളായിരിക്കും. എൻ്റെ ഉപ്പ ശരിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാദിക്കാണ്, അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ഞാൻ കാദിബാണ്. അപ്പോൾ ഇതുപോലുള്ള സംസാരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഖബരിയായ കലാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോകും, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോകുന്നില്ല, തള്ളിവിട്ടതാണ്, എങ്കിൽ ഞാൻ കാദിബാണ്. ചുരുക്കത്തിൽ നമ്മുടെ സംസാരത്തിൽ ഒരു സംഗതി
സംഭവിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യത്തോട് യോജിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആ കലാം സ്വാദിക്കായ കലാമാണെന്ന് പറയും. യാഥാർത്ഥ്യത്തിനോട് യോജിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആ കലാം കാദിബാണ് എന്ന് പറയും. അപ്പോൾ സത്യത്തിനെയും അസത്യത്തിനും സാധ്യതയുള്ള കലാമിലേക്കാണ് ഖബരിയായ കലാം എന്ന് പറയുന്നത്. ഖബരിയായ കലാമിന് വിപരീതമായി വരുന്ന കലാമാണ് ഇൻഷാഇയായ കലാം. ഇൻഷാഇയായ കലാം സത്യത്തിനും അസത്യത്തിനും സാധ്യതയില്ല. ഇപ്പം ഞാൻ ഒരാളോട് പറയാം, നീ പോയി ആ മോട്ടർ ഓഫാക്ക്, അല്ലെങ്കിൽ ആ ലൈറ്റ് ഇട് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലൈറ്റ് ഇടുക എന്ന ആ പ്രവർത്തനം, അത് ഉണ്ടാക്കലാണ്, ഇൻഷാ ചെയ്യാനാണ് അവിടുത്തെ മുറാദ്. അതിൽ ഹിക്കായത്ത് ഉണ്ടാകും. നീ ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിയ എന്ന് പറഞ്ഞ സമയത്ത് ഹിക്കായത്തല്ലത്, അത് ഒരു സംഗതി സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് അവിടെ സത്യത്തിനും അസത്യത്തിനും സാധ്യത ഉണ്ടാവും. നേരെ മറിച്ച് ലൈറ്റ് ഓഫാക്കുക അല്ലെ ലൈറ്റ് ഇടുക എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ലൈറ്റ് ഇടുക അല്ലെങ്കിൽ ലൈറ്റ് ഓഫാക്കുക എന്ന ആ ഫിഇലുകൾ ആ ലഫ്ദിൻ്റെ ധാതു കൊണ്ട് ഉണ്ടാക്കലാണ് അവിടുത്തെ മുറാദ്. അതുകൊണ്ട് അവകളൊക്കെ ഇൻഷാ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഖബരിയായ കലാമാണ്. അപ്പോൾ ഖബരിയായ കലാമിൽ ഒരു നിസ്ബ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ നിസ്ബ എന്ന് പറഞ്ഞാൽ? നിസ്ബ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഖബറിൻ്റെ ആശയത്തെ മുബ്തദയുടെ ദാത്തിലേക്ക്, അല്ലെങ്കിൽ ഫിഇലിൻ്റെ ആശയത്തെ ഫാഇലിൻ്റെ ദാത്തിലേക്കൊക്കെ ചേർക്കുക. ഇതിനേക്കാണ് നമ്മൾ എന്ത് പേര് പറയാം? നിസ്ബ എന്ന് പേര് പറയാം. ഇപ്പോൾ കാമ സെയ്ദുൻ എന്ന് പറഞ്ഞ സമയത്ത് ഖിയാമ് എന്ന മാനയെ സെയ്ദിൻ്റെ ദാത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അവിടെ ഒരു ചേർക്കൽ അവിടെ സംഭവിക്കുന്നുണ്ട്, ഖിയാമു സെയ്ദ്. അതുപോലെ തന്നെ കാമ സെയ്ദുൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് കാമ എന്ന ഫീലിലെ ഖിയാമിനെ നമ്മൾ സെയ്ദിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ ഈ ചേർക്കുക എന്നതിനേക്കാണ് നമ്മൾ നിസ്ബ അല്ലെങ്കിൽ ഇസ്നാദ് എന്നൊക്കെ പറയുന്നത്. നിസ്ബ രണ്ട് രൂപത്തിലുണ്ട്. നിസ്ബ തഖീദിയ ഉണ്ട്, അതുപോലെ തന്നെ നിസ്ബ ഹുക്കുമിയ. നിസ്ബ തഖീദിയ എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ദിനെ മറ്റേ ലഫ്ദിലേക്ക് ജസ്റ്റ് ഒരു കണക്റ്റിംഗ് മാത്രം. ഖിയാമു സെയ്ദ് എന്നൊക്കെ, സെയ്ദിൻ്റെ ഖിയാമു എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, ആ നിസ്ബകൾക്കാണ് നിസ്ബ തഖീദിയ എന്ന് പറയുന്നത്. എന്നാൽ നിസ്ബ ഹുക്കുമിയ എന്ന് പറഞ്ഞാൽ ഹുക്കും ബന്ധപ്പെടുന്ന നിസ്ബ, അതായത് സെയ്ദിൻ്റെ ഖിയാം സംഭവിക്കൽ അത് ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക. ഇതിനേക്കാണ് തസ്ദീഖ് എന്ന് പറയുക. അപ്പോൾ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സെയ്ദിനിക്ക് ഖിയാം സംഭവിച്ചു എന്ന് അംഗീകരിക്കലാണ് തസ്ദീഖ്. ഖബരിയായ കലാമിലെ നിസ്ബ ഹുക്കുമിയ, ആ നിസ്ബ ഹുക്കുമിയെ അംഗീകരിക്കുക. സെയ്ദിനിക്ക് ഖിയാം അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അത് തസ്ദീഖായിരിക്കും. അപ്പോൾ തസ്ദീഖ് എന്താണെന്ന് ചോദിച്ചാൽ ഖബരിയായ കലാമിലുള്ള നിസ്ബയെ, ഏത് നിസ്ബ? തഖീദിയായ നിസ്ബയല്ല, നേരെ മറിച്ച് ഹുക്മ് ബന്ധപ്പെടുന്ന നിസ്ബ. സെയ്ദിൻ്റെ ഖിയാം അത് സംഭവിക്കൽ എന്നത് അത് അംഗീകരിക്കുകയാണ്, ഇത് ചെയ്യുകയാണ്, ഉണ്ട്. ഈ സംഗതിക്കൊക്കെയാണ് എന്ത് പേര് പറയാൻ നമ്മൾ തസ്ദീഖ് എന്ന് പറയുന്നത്. ഇനി സെയ്ദുൽ ഖായിം എന്ന്, സെയ്ദിനിക്ക് ഖിയാമ സംഭവിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് നമ്മളെ ഈ ഒരു തസ്ദീഖിൻ്റെ പ്രോസസ്സിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം സെയ്ദ് വരും, വെറും സെയ്ദിൻ്റെ ചിത്രം, പിന്നെ ഖിയാമ് വരും, പിന്നെ നിസ്ബ വരും. ഈ സംഗതികൾക്കൊക്കെ നമ്മൾ പേര് പറയാം തസവ്വുർ എന്നാണ്. വെറും സെയ്ദിൻ്റെ ഫോട്ടോ വരിക, അല്ലെങ്കിൽ ഖിയാമിൻ്റെ ഫോട്ടോ വരിക, ഖിയാമിനെ സെയ്ദിലേക്ക് നിസ്ബയെ തസവ്വുറാക്കുക, അതുപോലെ തന്നെ ഹുക്കുമിയായ നിസ്ബയെ തസവ്വുറാക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തസവ്വുറാണ്. നേരെ മറിച്ച് ലാസ്റ്റത്തെ പ്രോസസ്സ് സെയ്ദിനിക്ക് ഖിയാമ് സംഭവിച്ചു എന്ന് അംഗീകരിക്കുക, അത് മാത്രമാണ് തസ്ദീഖ്. അപ്പോൾ ആദ്യത്തെ സംഗതി നമ്മൾ മുബ്തദാക്ക് നമ്മൾ മനാത്തിക്കത്ത് മൗദൂ എന്ന് പറയും, ഖബറിനിക്ക് മഹ്മൂൽ എന്ന് പറയും. ഇപ്പോൾ മൗദൂഇനെ തസവ്വുറാക്കുക, മുബ്തദയെ തസവ്വുറാക്കുക, ഖബറിനെ തസവ്വുറാക്കുക, അതുപോലെ തന്നെ നിസ്ബയെ തസവ്വുറാക്കുക. ഇതിൻ്റെയൊക്കെ ശേഷമാണ് ലാസ്റ്റത്തെ ഫൈനൽ സ്റ്റേജാണ് തസ്ദീഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നിസ്ബയെ അംഗീകരിക്കലാണ് തസ്ദീഖ്. അതല്ലാത്ത അതിൻ്റെ ആദ്യത്തെ 3 ഘട്ടങ്ങളൊക്കെ വെറും തസവ്വുർ മാത്രമാണ്. അപ്പോൾ തസവ്വുർ എന്താണെന്ന് ചോദിച്ചാൽ, തസ്ദീഖ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കറക്റ്റ് പിക്ചർ നമ്മുടെ മനസ്സിൽ വേണം. ഇനി ഖബരിയായ കലാമിലുള്ള ഖബരിയായ നിസ്ബയെ അംഗീകരിക്കലാണ് തസ്ദീഖ്. ആ തസ്ദീഖിൻ്റെ മുമ്പിലുള്ള വെറും സെയ്ദിനെ മനസ്സിൽ കൊണ്ടുവരിക,
അതുപോലെ തന്നെ ഖിയാമിനെ മനസ്സിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഖിയാമിനെ സെയ്ദിലേക്ക് ചേർത്തുക, അതുപോലെ തന്നെ ഖിയാമിനെ സെയ്ദിലേക്ക് സംഭവിക്കൽ എന്ന സംഗതി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക തുടങ്ങിയ സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഈ സംഗതികളൊക്കെ നമ്മുടെ തസവ്വുറാത്താണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജായിട്ട് വരുന്ന സെയ്ദിൻ്റെ സെയ്ദിന് ഖിയാമ് സംഭവിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കൽ, അതാണ് തസ്ദീഖ്. അപ്പോൾ തസവ്വുർ തസ്ദീഖിനെ സംബന്ധിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തസ്ബീഹുൽ മന്ദിക്കിൻ്റെ ഇബാറത്ത് വായിക്കലും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലുണ്ടാകും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.